സാംസ്കാരിക സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പെയ്യാൻ വിരുമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ ഡോങ്കുവല്ലിയുടെ വിരിമാറിൽ ഇറ്റി വീഴുന്ന മഴത്തുള്ളികൾക്കൊപ്പം പ്രശാന്ത സുന്ദരമായ ഈ സായം സന്ധ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഫോമയും ഫെയ്മയും ചേർന്ന് നിൽക്കുന്ന ബാലസാഹിത്യ വേദിയിലേക്ക് സ്വാഗതം. സർഗാത്മകതയ്ക്കൊരു ജനകീയ മുഖം നഷ്ടപ്പെട്ടതാണ് വായനയുടെ അകൽച്ചയ്ക്ക് ഒരു പരിധി വരെ കാരണം. ജീവിത പരിമിതികളാൽ അറിവിന്റെ പാഠപാഠങ്ങൾ മാത്രം സ്വായത്തമാക്കാൻ സാധിച്ച സാധാരണ ജനതയിൽ വായന സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഫോമ എന്ന സംഘടന വഹിച്ച പങ്ക് വിസ്മരിക്കപ്പെടേണ്ടതോ അമർച്ച ചെയ്യപ്പെടേണ്ടതോ അല്ല. നവാഗതരടക്കം വിവിധ എഴുത്തുകാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഫോമയുടെ കൊച്ചു കൊച്ചു വിജയങ്ങൾക്ക് പിന്നിൽ നല്ലവരായ ഒത്തിരി പേരുടെ സഹായങ്ങളുണ്ട്, ഒപ്പം പ്രാർത്ഥനകളും. വാക്കുകൾക്ക് അതീതമായ വികാരമായി ഇവയൊക്കെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. മുംബൈയിലെ സാഹിത്യ കൂട്ടായ്മയുടെ സംഘടനയായ ഫോമയും മറുനാടൻ മലയാളികളുടെ സംഘടനയായ ഫെയ്മയും ബാലകലോത്സവത്തിലൂടെ സാഹിത്യ ലോകത്തിന് ഇതാ ഒരു പുതിയ മാനം നൽകിയിരിക്കുന്നു. ഡേവിഡ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉന്നത ഗവേഷണ പരമ്പരകളും ഇന്ത്യയിൽ മാതൃകയാക്കുകയും വിദ്യാഭ്യാസം 100% വിജയമാക്കി മാറ്റുകയും ചെയ്ത ഈ സ്കൂൾ അങ്കണത്തിന്റെ അധിപതി ശ്രീ ഡേവിഡ് സാർ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. അടുത്തതായി ഇന്ത്യയുടെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജെയിംസ് തോമസ്. അദ്ദേഹത്തിന്റെ നാമം ഈ മുംബൈയിലുള്ള എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അത്ഭുതവും വിദൂരതയിൽ നിന്നും ബഹുമാനത്തോടെ മാത്രം ഏവരും വീക്ഷിക്കുന്നതുമായ ഡോക്ടർ DY പാട്ടീൽ സർവകലാശാലയിലെ മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം. എങ്കിലും നിരവധി വിദേശ സംഘടനകളിൽ ഫെലോഷിപ്പ് ഉള്ള ആളാണ് പത്മശ്രീ ഡോക്ടർ DY പാട്ടീൽ യൂണിവേഴ്സിറ്റിയിലെ ഫോമർ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം ഇന്ന് ഹോണറബിൾ കൺസൾട്ടന്റ് ആൻഡ് അഡ്വൈസർ ആർമി ഫോഴ്സിന്റെ, അതോടൊപ്പം തന്നെ കാർഡിയക് സർജറി അദ്ദേഹം വളരെ പ്രശസ്തനാണ്. 12,000-ൽ കൂടുതലായി ഹാർട്ട് സർജറി വിജയകരമായി നടത്തി മലയാള മണ്ണിന്റെ അഭിമാനമായി മാറിയ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് തോമസിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാമൻ സാറിനെ ക്ഷണിച്ചു. മുംബൈ മലയാളികൾക്കിടയിൽ വ്യവസായ ലോകത്തിനപ്പുറം സാഹിത്യ മേഖലയ്ക്ക് ഒഴിവാക്കാനാവാത്ത ഒരു നാമധേയം. മുംബൈ മലയാളികളുടെ സ്വന്തം ജ്യേഷ്ഠൻ MK ഹോംസ് ആൻഡ് ഗാർഡൻസിന്റെ MD, ആയുർവേദ ഗ്രാമത്തിന്റെ നിർമ്മാതാവും രാഷ്ട്രീയത്തിൽ ഏതൊരുവരും ആദരിക്കും വിധം നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ഒപ്പം ഫെയ്മയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഫോമയുടെ ചെയർമാനുമായ ശ്രീ ഭൂപേഷ് ബാബുവിനെ ഞാൻ ഈ അവസരത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഉപേന്ദ്രമേനോൻ സർ ഇവിടെ സന്നിഹിതരാണ്. ഇംഗ്ലീഷ് പാണ്ഡിത്യത്തിന്റെ ഒരു വിജ്ഞാന കോശം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വായനയിലൂടെ അറിവ് നേടാൻ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷ
ഭാഷയിലൂടെ ആവിഷ്കരിക്കാൻ തയ്യാറുള്ള എഴുത്തുകാരെ അന്യനാട്ടിലും കൂട്ടിയിണക്കി കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഫോമ എന്ന സംഘടന, ആ സംഘടനയുടെ സാരഥി, ആ സംഘടനയുടെ സെക്രട്ടറി ശ്രീ വിൽസൺ ഡോംബോലിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി മോഹൻ സി നായരെ ക്ഷണിക്കുന്നു. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലും വിദേശത്തും നിരീക്ഷണ പാഠം നടത്തിയിട്ടുള്ള SK പൊറ്റക്കാട് അവാർഡ് ജേതാവായ ശ്രീ CP കൃഷ്ണ കുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈശ്വര പ്രാർത്ഥനയാണ്. സ്വാഗതം പറയുന്നതിനായി ഫോമയുടെ സെക്രട്ടറി ശ്രീ വിൽസൺ ഡോംബോലിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Federation of All India Nadanan Malayali Association, Mumbai Forum of Media Society, സംഘടിപ്പിച്ച പാലക്കാലോത്സവം 2013 കല്യാൺ ഗോപിവേലി മേഖലയുടെ ഫെബ്രുവരി 10, 2013 നിന്ന് സംഘടിപ്പിച്ച പാലക്കാലോത്സവത്തിന്റെ അവാർഡ് ദാനവും സാംസ്കാരിക സമ്മേളനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഈ അവാർഡ് ദാന ചടങ്ങിന്റെയും സാംസ്കാരിക സമ്മേളനത്തിന്റെയും മുഖ്യാതിഥി പ്രൊഫസർ ഡോക്ടർ കേണൽ ജെയിംസ് തോമസ് സർ, one of the most popular cardiac surgeon in our country. പ്രൊഫസർ ഡോക്ടർ കേണൽ ജെയിംസ് തോമസ് സാറിനെ
ഈ സമ്മേളനത്തിലേക്ക് ഈ രണ്ട് സംഘടനകളുടെ പേരിലും നമ്മളെല്ലാവരുടെയും പേരിലും സ്നേഹനിർഭരമായ സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമത് ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഉമ്മൻ ഡേവിഡ് സർ, ഈ ഈ വിദ്യാലയത്തിന്റെ സ്ഥാപകനും ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഫേമയുടെ പ്രസിഡന്റും ഫോമയുടെ ചെയർമാനും NCP മഹാരാഷ്ട്ര സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ വ്യവസായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീ NK സാറിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ടി ഉപേന്ദ്രനാഥൻ ഓൾ താലി മലയാളി അസോസിയേഷന്റെ ഫൗണ്ടർ പ്രസിഡന്റ്, പ്രമുഖ വ്യവസായി സാമൂഹ്യ പ്രവർത്തകൻ ടി ഉപേന്ദ്രനാഥൻ സാറിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആദിവാസി സമൂഹ വിഭാഗത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പനവേൽ കേരളീയ സമാജത്തിന്റെ സാരഥി ടി ഹരിഹരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ ഇന്നത്തെ ദിവസം നാട്ടറിവ് പാട്ടുകൾ, നാടൻ പാട്ടുകൾ അവതരിപ്പിക്കാനായി കേരളത്തിൽ നിന്നും താവം ഗ്രാമവേദി കണ്ണൂർ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കലോത്സവത്തിൽ പങ്കെടുത്ത വിജയികളും പങ്കെടുത്തവരുമായ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. മലയാളത്തിന്റെ 3-4 തലമുറയിലെ കുട്ടികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുക, മലയാള ഭാഷയിലേക്കും കേരളീയ സംസ്കാരത്തിലേക്കും അവരെ അടുപ്പിക്കുക, ഈ ഉദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് ഈ ബാലകലോത്സവം നമ്മളിവിടെ സംഘടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമായ TV സീരിയലുകൾ, നിലവാരം കുറഞ്ഞ 3-കിട TV പ്രോഗ്രാമുകൾ, ഇവയ്ക്കെല്ലാമൊക്കെ എത്രയോ ആഹ്ലാദജനകമായിരുന്നു നമ്മുടെ മക്കൾ ഇവിടെ അന്ന് അവതരിപ്പിച്ച നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങളിൽ നിന്ന് ഞാൻ ഓർത്തുപോകുകയാണ്. ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് എല്ലാ സഹകരണങ്ങളും ഈ വേദി വിട്ടതെന്നും എല്ലാ സപ്പോർട്ട് തന്നതും നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മൻ ഡേവിഡ് സാറാണ്. NK സാർ ഇതിന്റെ എല്ലാ പ്രചോദനവും മാർഗനിർദ്ദേശവും എല്ലാ പിന്തുണയും നൽകുകയുണ്ടായി. ഇങ്ങനൊരു ആശയവുമായി നമ്മൾ സമീപിച്ചിട്ടുള്ള എല്ലാ ആളുകളും അനുകൂലമായാണ് പ്രതികരിച്ചത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തതായി നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ച കേന്ദ്ര ഗവൺമെന്റിന് ഈ യോഗം അഭിനന്ദനം രേഖപ്പെടുത്തി. ഇതിനുവേണ്ടി കഴിഞ്ഞ LDF സർക്കാരാണ് ഇതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിവെച്ചത്. ഇപ്പോഴത്തെ UDF സർക്കാർ ആ പരിശ്രമങ്ങൾ താല്പര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയി. പുതുശ്ശേരി രാമചന്ദ്രനെ പോലുള്ള ഭാഷാ പണ്ഡിതന്മാർ, MGS നാരായണനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, പത്രപ്രവർത്തകർ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. എന്നാൽ നമ്മൾ മലയാളികൾ ഇത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഭാഷയുടെയും കേരളീയ സംസ്കാരത്തിന്റെയും പരിപോഷണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കഴുത്ത് ഞെരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ മറുഭാഗത്തും നടക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. കച്ചവട നിക്ഷിപ്ത താല്പര്യക്കാരാണ് ഇതിന്റെ പിന്നിലുള്ളത്. മലയാളം സംസാരിച്ചതിന് വിദ്യാർത്ഥിക്ക് 1000 രൂപ പിഴയിട്ടതും കുഞ്ഞുങ്ങളുടെ തലമുട്ടയടിച്ചതും കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളാണ്. സ്വന്തം ഭാഷയോടും തന്റെ സംസ്കാരത്തോടും ഇത്രയും അനാദരവ് കാണിക്കുന്ന ഒരു ജനവിഭാഗം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി. വിജ്ഞാനത്തിന്റെയും പുരോഗതിയുടെയും വിശാലമായ ലോകത്തിലേക്കുള്ള പ്രവാസന കവാടമാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ മാതൃഭാഷയെ മറക്കാതെ തന്നെ അത് സാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടത്. കല്യാൺ ഡോംബിവിലി മേഖലയിൽ നടന്ന കലോത്സവം മുംബൈയുടെ മഹാരാഷ്ട്രയുടെ മലയാളികൾ അധിവസിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് കൂടുതൽ വിപുലമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ അവാർഡാന ചടങ്ങിലേക്കും മറ്റ് പ്രധാന കലാപരിപാടിയായ താവം ഗ്രാമവേദി അവതരിപ്പിക്കുന്ന നാട്ടറിവ് പാട്ടുകളിലേക്ക്
എല്ലാവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ കേണൽ ഡോക്ടർ ജെയിംസ് തോമസ് നിർവഹിക്കുന്നതായിരുന്നു. Mr. David, President, Babu, Mr. Menon, Mr. Wilson, and Hariharan, all my friends. ഇന്നത്തെ യോഗത്തിനെ ക്ഷണിച്ചതിൽ വളരെ പ്രൊഫഷനാണ്. പർട്ടിക്കുലർലി ഫെഡറേഷൻ ഓഫ് മറുനാടൻ മലയാളീസിനെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു സൊസൈറ്റിയും അസോസിയേഷനും ഈ ഇതുപോലെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതിൽ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. വളരെയധികം പ്രോഗ്രാംസ് ഈ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോറം ഫോർ മീഡിയ അസോസിയേറ്റ്സ് they are also doing a lot of programs. Steve Jobs was one of the top corporate fellows. He was saying that there is no point in being the richest man in the cemetery. If you can stop talking, no. Either you can talk or I will talk. If you can stop talking, I will talk. Otherwise, I will sit down. Steve Jobs, who was one of the top corporate fellows, said, "There is no point in being the richest man in the cemetery, but going every day to bed knowing that you have done something wonderful for the society." Our life should be something where we can do some service. The opportunities all come our way, but many of us do not use it. Bill Gates was, one of the richest fellows who is still there and who has done many programs. Would say that all your life, whatever we have done, what is done to the others will make a lot of mark. So, ആദിവാസികളുടെ വെഡിങ് അതുപോലെ മറ്റ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നതിൽ there is a lot in that. And these are all areas of innovation. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ചെയ്യുന്നതിലെ വളരെയധികം കാര്യമായ അതുപോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. It is important to walk the path which is already walked. It's very easy to walk, but finding a new path to walk is what is more important. The Chrysler Corporation, the chairman, was one of the most important corporate persons. He was talking about the leadership qualities that everyone should have. But I was the vice chancellor of a university, and maybe we have Mr. David, who is the chairman of the school. But that is not only the leaders. Leaders are all people who are always in their sphere of work. Each one of us is a leader in our own area. So how can we be a better leader? He talks about the 9 C's of leadership. 9 C's or C, the capital C. First was competence. If you are not competent, nobody will care for you. If you think you are a leader and you are going and nobody is following you, you are only going for a walk. You are not leading anybody. And one of the things he said was communication. Communication is the bane of today. People do not know how to communicate. Husband and wife, parents and children, society, teachers and students. Communication becomes a big problem. We are reminded of a story about a Japanese Prime Minister who was going to visit the US President. But Japanese or English no say kariyadilla. So he was told what to say, and President will say this, and then the interpreters will take over. So he was told, Japanese Prime Minister was told, when you meet President Clinton, you will say, "How are you?" And President will say, "Fine." And you say, "Me too." So only 2 sentences you have to say, then the interpreters will take over. So when Prime Minister, Japanese fellow, went to White House, seeing all the Marines and the big White House stuff, he got a little nervous. Instead of asking, "How are you?" he asked, "Who are you?" President, thought coming to my office, the world's leading president, the strongest president in the world, somebody is coming to ask me who I am. So he played up a little bit and said, "I am Hillary's husband." So the Japanese Prime Minister said, "Me too." So it's a question of understand. It's a question of trying to lead what we can do. Somebody sent me an email. He said,
everyone acts like a fresher in their own problems. But in case of others' problems, he is an expert. When it comes to our difficulties, we feel how difficult life is going to be. But at the same time, but when we have others, we don't take it very, very lightly. Someone said, happiness cannot be traveled to, or owned, or earned, or worn, or consumed. Happiness cannot be traveled to. You cannot own it. You cannot earn it. You cannot consume it. Happiness is the spiritual experience of living every minute with love. It is, all of us cannot be Mother Teresa, who has spent her lifetime, or Gandhi, who wanted to spend more earnestness of being a national person, or the love that Nelson Mandela or somebody showed. But we all have an opportunity to show love. And that love can be in your workplace, in your friend's place. I am a heart surgeon. I have done about 12,000 heart surgeries, and I continue to do. But every operation that I do, for that person is the important day for him. So I must keep that in mind. For me, it's a routine operation. You go there and do the operation and get out of the theater. But that's not right. To have that attitude of compassion, to an attitude of loving nature is important. Can we do that in our workplace? The fact that it is to express our love for other people for the activities that done. Today, a lot of awards are being given out, and our students, I congratulate all of them. And they also work very hard for that, and also because of that, and parents are also proud of it. And then I see that parents are also here. The weight of modern community is ego, and not having the affection or that we should have. But a lot of relationship problems are happening. Bombay divorce rates are going up now, coming to the equal to American systems, etc. What is the problem? The whole problem boils down to ego. Ego is something which tells us that the other person should say sorry. But affection is something which would say we are ready to say so sorry to others also. So it is an attitude of adjustment. We are different communities coming together for a social service. So I hope this association will certainly forge ahead more programs in the coming future. Somebody said trying is a small word that can make a lot of difference. Try to do things. But it is something which, when you try something, you may have failure. You may risk the failure. But if you don't try anything at all, there is sure failure, isn't it? So, whether it is studies, whether it is looking after the home, or your office, or your work, university, art surgery, whatever it is, the program that we can do is to try and do the best that we can. One of the musicians who was one of the famous Italian musicians said that, he was invited for a function like this. And they told Mr. Hugo, we have already collected the money, you just come for half an hour, perform the violin and go back. But Mr. Hugo said, Mr. Hugo does not do anything less than the best. He played for the full 2 hours and went back after the musical program. So we should be able to do things which are very important for us in our lives. And I hope that it will happen. To the students, I want to say something. The alphabet O stands for opportunity. Opportunity is not in that word yesterday. Yesterday, there is no O word, so the opportunity is gone. But opportunity, that O is present in tomorrow and also today. There are O's there. So it's already there in tomorrow and today. So a lot of opportunities that we have in life. If we miss it, we will not get it. If we are 50 years, 60 years, look back and see what we have done for ourselves, for the community, for the society, etc. And I hope these Malayali associations will forge ahead further, that we can do more programs and others. There are many other speakers who can speak, so I will stop here. I want to thank the association for calling me here. Also the media, what they are doing. Nowadays the media has become very important and they are the conscience keepers of our society. For all those people who have done a lot of social work, I would like to congratulate them. Bringing together people in need and finding their need and responding. Mr. Menon is connected with the Giants International. They are going to honor some of the awardees and
because of the work they have done in the society very much. I congratulate all the students. You know, you are the future for our country, and if you can do the best that you are by your study, I hope it will be a good opportunity in the future to come. Let me stop with saying one more thing, that life is a choice between process of aging and growing. You know, I got to grey and all that. I'm about 64. You know, few more years are left. What have we done during these years? Are we going to be people? Aging is adding years to life, whereas growing is adding life to years. Whatever life is with us or life what is left, we should add life into that rather than just doing years to the life that we can get. I hope that this program will be something which will be of interest to all of us, and congratulate once again the awardees and also the office bearers for the opportunity given to me to speak this evening. Thank you very much. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ഉമ്മൻ ഡേവിഡ് സാറിനെ ക്ഷണിച്ചു. A very good evening and warm welcome to one and all. Honorable Chief Guest of today's function, Professor Dr. James Thomas, Sri Bhupesh Babu, Sri Upendra Menon, Sri C.P. Krishna Kumar, Mr. Wilson Domagale, Mr. T. Hariharan, നാട്ടറിവിൻ്റെ ഭാരവാഹികളെ, ശേഷം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് കുട്ടികളെ, ഈ വർഷം നടത്തുന്ന രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇത്. ഫോമയുടെയും ഫൈമയും ചേർന്ന് സംഘടിതമായി നടത്തിയ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി അരങ്ങേറി. ബാലകലോത്സവം എന്നാണ് അതിന് ഞങ്ങൾ പേരിട്ടത്. വളരെ ഗംഭീരമായി അത് നടത്തപ്പെട്ടു. വിവിധ സ്കൂളുകളിൽ നിന്ന്, കല്യാൺ ഡോംബിവിലെ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം സ്റ്റുഡൻസ് ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാനിവിടെ പറയുകയാണ്. അതിന് സാരഥ്യം വഹിച്ച ഫോമയുടെയും ഫൈമയുടെയും അംഗങ്ങളും ഭാരവാഹികളും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഈ മത്സരത്തിനൊരു വേദി ഒരുക്കുവാൻ ഞങ്ങളുടെ സ്കൂള് പ്രയോജനപ്പെടുത്തിയതിലുള്ള സന്തോഷവും എനിക്കുണ്ട്. രണ്ടാമത് നടക്കുന്ന ഒരു യോഗമാണിത്. കലാ സാംസ്കാരിക സമ്മാനദാന ചടങ്ങുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഔപചാരികമായ ഒരു സമ്മാനദാന ചടങ്ങും കൂടാതെ ഇവിടെ ഒരു കലാസന്ധിയും ഒരുക്കുവാൻ ഫോമയ്ക്കും ഫൈമയ്ക്കും സാധിച്ചു എന്നുള്ളത് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ഫോമയുടെയും ഫൈമയുടെയും പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് വളരെയൊന്നും അറിവില്ല. പേപ്പറിൽ കൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സംഘടനകളുടെ വർക്ക് ചെയ്യുന്നുണ്ട് മലയാളികളുടെ ഉന്നമനത്തിനായി. പല പല പ്രവൃത്തികളും പ്രയോജനപ്രദമായ മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സാഹിത്യകാരനും കവിയുമായ ശ്രീ കൃഷ്ണൻ പറപ്പള്ളിയുടെ നവതി ആഘോഷങ്ങൾ അതിഗംഭീരമായി നടത്തിയെന്ന് തന്നെ നമുക്ക് അഭിമാനിക്കാം. പ്രശസ്തനായ കവിയുടെ നവതി ആഘോഷങ്ങൾ ഫോമ നടത്തിയിട്ടുണ്ട്. ആ
അവസരത്തിൽ പ്രസിദ്ധ സാഹിത്യകാരനായ പെരുമ്പടവും ശ്രീധരനും സന്നിഹിതനായിരുന്നു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. കൂടാതെ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെ സമൂഹത്തിൽ അനുഭവപ്പെടുന്ന, പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന, സമൂഹത്തിൽ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ്. ശ്രീ കൃഷ്ണൻ പറപ്പള്ളിയുടെ നവതി ആഘോഷവേളയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ ശങ്കർ നാരായണൻ അവരുകൾ പങ്കെടുത്തു എന്നുള്ളത് മലയാളികൾക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ ഒതുങ്ങി നിന്നാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രവർത്തനങ്ങളൊക്കെ വിപുലീകരിക്കണം. മലയാളികളുടെ ഇടയിൽ വളരെയധികം പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എല്ലാ ആൾക്കാർക്കും സംഘടനകളുണ്ട്, എല്ലാ ആൾക്കാരും സംഘടിതമായി പ്രവർത്തിക്കാറുണ്ട്. മലയാളികൾ ഉന്നമനത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുവാനും അതിൽ കൂടുതൽ സഹകരിക്കുവാനും മലയാളികൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭേദപ്പെട്ട ഒരു മലയാളി ഓർഗനൈസേഷൻ, മലയാളി കൾച്ചർ തന്നെ ഇവിടെ കൊണ്ടുവരാൻ, ഒരു സംസ്കാരം തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. എല്ലാവരും പ്രവർത്തിക്കേണ്ട സമയത്ത് എല്ലാവരും ആലോചിക്കുന്ന ഒരു വിഷയങ്ങളാണ്. എനിക്ക് എന്ത് ചെയ്യാനാവും, വ്യക്തിപരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാനാവും, സംഘടനാപരമായി എനിക്ക് എന്ത് ചെയ്യാനാവുന്നു ഓരോ വ്യക്തികളും വിചാരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും. കൂട്ടായി നമ്മൾ പ്രവർത്തിക്കുകയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമായിരിക്കും. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കിട്ടി. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഏവരും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മലയാള ഭാഷ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയരുക എന്നുള്ളത്. അത് നമുക്ക് സാധിച്ചു. അത് സാധിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നമുക്ക് തൃപ്തി അടഞ്ഞാൽ പോരാ. മലയാള ഭാഷയും മലയാള സംസ്കാരവും അതിന് വേണ്ടത്ര രീതിയിൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം നാം സന്നദ്ധരാകണം. ഏത് ലെവലിൽ ഞാൻ ഇടപെടണം, മലയാള ഭാഷയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, മലയാളികളുടെ ഇടയിൽ പോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന് നമുക്കറിയാം നമ്മളുടെ കുട്ടികൾക്ക് എന്തുമാത്രം പരിജ്ഞാനം മലയാളത്തിലുണ്ട് എന്ന്. ചിലർക്ക് സംസാരിക്കാൻ അറിയാം, ചിലർക്ക് ചുരുക്കം വരെ, ചിലർക്ക് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാവുന്നവരോ വളരെ ചുരുക്കമാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വരും തലമുറകൾ മലയാളം പാടെ മറക്കും. അത് നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല. ഓരോ കുട്ടിയും, മറുനാട്ടിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും അഭിമാനത്തോടുകൂടി പറയണം, എനിക്ക് മലയാളം അറിയാം. പല രീതിയിൽ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന മഹാന്മാരുണ്ട് നമുക്ക്. ഒരു ഭാഷ പഠിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാകുകയില്ല. മലയാളികൾ എനിക്ക് മലയാളം അറിയാമെന്ന് പറയുന്ന ഒരു അഭിമാനമായി കരുതണം. മലയാളി കുട്ടികളെ നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുക്കണം. വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ പേരൻസ്, അതായത് രക്ഷിതാക്കളോട് ഞാൻ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കുറച്ചൊക്കെ പേരൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കണം. അതിനാണ് കേരള ഗവൺമെന്റ് ഒത്തിരി ശ്രദ്ധ ചെലുത്തുകൊണ്ട് മലയാള മിഷന് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ താല്പര്യപ്രകാരം നമ്മുടെ സ്കൂളിലും മലയാളം മിഷന്റെ മലയാളം ക്ലാസുകൾ എടുക്കുന്നു. പക്ഷേ കൂടുതൽ കുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതിയോ പരിപാടിയോ ഇല്ല.
മലയാള ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേടാനാണ്? ഈ മറുനാട്ടിൽ നമുക്ക് മലയാളം ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേടാം എന്തുകൊണ്ടൊരു ചിന്താഗതി ആ കുട്ടികളുള്ളത്. എന്നാൽ അത് തിരുത്തേണ്ടത് മാതാപിതാക്കളാണ്. ഈ ഭാഷാ പഠനം തന്നെ ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിലാണ്. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ മലയാളം പഠിക്കണം, പ്രയോജനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഭാഷ പഠിച്ചിരിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ചേ മതിയാവുള്ളൂ. അല്ലെ മലയാള ഭാഷ മറുനാട്ടിൽ അന്യം നിന്ന് പോകും. അങ്ങനെ സ്ഥിതിവിശേഷം നമുക്ക് വേണോ? വേണ്ടാന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, മനസ്സിലുള്ളത് തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം, ആത്മപരിശോധന നടത്തണം. നമുക്ക് എന്ത് ചെയ്യാനാക്കും മലയാളത്തെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി മറുനാട്ടിൽ. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, മലയാള ഭാഷ പഠനത്തിന് വേണ്ടി എന്നും നൽകുക, ഞങ്ങളെ സമീപിക്കുക. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രികളിലേക്ക് പോകാൻ തീർച്ചയായിട്ടും അദ്ദേഹം വേണ്ടത് ചെയ്യുമെന്നുള്ള എനിക്ക് ഉറപ്പാണ്. നമ്മളത് മുന്നോട്ട് നമ്മുടെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം. കുട്ടികളെ ഉത്സുകരാക്കണം, മലയാള പഠനത്തിൽ അവരെ ഉത്സുകരാക്കണം. അതിന് പേരൻസിനൊരു പ്രത്യേക റോളുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റോളുണ്ട്, ചെയ്തേ മതിയാവും എന്നാണ് ഈ തരുണത്തിൽ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് ഒരു രക്ഷിതാക്കൾ. ഓരോ വർഷം നമ്മൾ ഈ കുട്ടികൾ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന കുട്ടികളെ അടുത്ത വർഷം കാണുന്നില്ല, കുറഞ്ഞ അറ്റൻഡൻസ് അവിടെ കുറഞ്ഞു പോകുന്നു. അത് നമ്മൾ എല്ലാവരും സ്റ്റഡി ചെയ്യണം, ഡിസ്കഷൻസ് വേണം, മുതിർന്നവരെ ഡിസ്കഷൻ ചെയ്യണം. എന്തുകൊണ്ട് ഈ കുട്ടികൾ കുറയുന്നു, എന്തുകൊണ്ട് അവർ ഇൻട്രസ്റ്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചിന്തിക്കണം. അത് ആയ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കണം. അവർക്ക് വല്ല അവാർഡ്സ് കൊടുക്കണം, അവർക്ക് വല്ല പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് കൊടുക്കണം. പല പല പദ്ധതികളുണ്ട് അവരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി. ഏതെങ്കിലും ചെയ്തേ മതിയാകും. ഇവിടെ ഫോമയും ഫൈമയും ചേർന്ന് ഈ സമ്മാനദാന ചടങ്ങ് മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഒന്നുമല്ല, കുട്ടികളുടെ പ്രതിഭ കണ്ടെത്തുന്നതിന് വേണ്ടി, അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് വേണ്ട എൻകറേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരിപാടി വളരെ 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 അഭികാമ്യമാണ്, അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ എല്ലാവരോടും ആയി പറയുകയാണ്. അതുകൂടാതെ ഇവിടെ ഒരു മനോഹരമായ കലാസൃഷ്ടി ഒരുക്കിയിട്ടുണ്ട്. കലാസ്വാദികർക്ക് അവർക്ക് വേണ്ടി ഇവിടെ ഒരു കലാവിരുന്ന് തന്നെ എന്ന് പറയാം. നാട്ടറിവിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരും, നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ലഹരി ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും പ്രൈസ് കിട്ടിയ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തിക്കുന്നു. നന്ദി, നമസ്കാരം. പൻവേൽ കേരളീയ സമാജത്തിന്റെ സാരഥി ശ്രീ ടി.എൻ. ഹരിഹരൻ സാറിന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ട് നൽകി ആദരിക്കുന്നതിനായി സുമാ മുഹമ്മദിനെ ക്ഷണിച്ചു. അടുത്തതായി വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി പ്രിൻസിപ്പൽ അഡ്വൈസർ ആൻഡ് ഫോർമർ വൈസ് ചാൻസലർ ഓഫ് പത്മശ്രീ ഡോക്ടർ D.Y. പാട്ടീൽ വിദ്യാപീഠ് പ്രൊഫസർ കേണൽ ഡോക്ടർ ജെയിംസ് തോമസിനെ ആദരിക്കുന്നതിനായി ഫെയ്മയുടെ പ്രസിഡന്റ് N.K. ഭൂപേഷ് ബാബു, ഫോമയുടെ പ്രസിഡന്റ് U.N. ഗോപിനാഥൻ. അടുത്തതായി നമ്മൾ വേറെയും ചില വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. എന്നാൽ ആഗോളവൽക്കരണത്തിന്റെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും പിടിയിലമർന്നു വിദ്യാഭ്യാസം വെറും കച്ചവടം മാത്രമായി മാറ്റപ്പെട്ട ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസത്തിന് തുല്യമായി ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ നവീന നിശാബോധം നൽകി
മലയാളക്കരയ്ക്ക് അഭിമാനം നൽകിക്കൊണ്ട് 100% വിജയത്തിന്റെ ആഘോഷത്തിൽ അമർന്നു നിൽക്കുന്ന ഈ ഹോളി ഏഞ്ചൽസ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിജോയ് എമ്മനെ നിറഞ്ഞ ആദരവോടെ ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രൊഫസർ കേണൽ ഡോക്ടർ ജെയിംസ് തോമസ് ലീ ക്ഷണിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന തത്വം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ആ തത്വം പാലിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നാടെല്ലാം നഗരമായി മാറുമ്പോൾ വായിച്ചു കേട്ട ഒരു കവിത ഓർമ്മയിൽ വരികയാണ്. കുന്തിരിച്ചു നിരത്തി 2 നില വീടുയർത്തി മുറ്റവും തൊടിയും ഇന്റർലോക്ക്ഡ് ടൈൽസ് പാടി തൊടിയിൽ ആനയുടെ കോൺക്രീറ്റ് മുറ്റത്ത് പ്ലാസ്റ്റിക് കൊക്കുകൾ കാക്കുകൾ വീടിന് പേരിട്ടു പ്രകൃതി. ഇലഞ്ഞിയും കാഞ്ഞിരവും പേരാലും ചെമ്പകവും വെട്ടിമാറ്റി മുറ്റവും പറമ്പും ഇനി അലുമിനിയം ഷീറ്റിന് താഴെ വീടിന്റെ പേർ തണൽ. തറവാട് പൊളിച്ചു മാറ്റി അച്ഛനും അമ്മയും ഇനി അനാഥ മന്ദിരത്തിൽ പകരം ആധുനിക നാളുകൾക്ക് നല്ലൊരു പേരിട്ടു സ്നേഹാലയം. വീടിന് ചുറ്റും 2 ഉയരത്തിൽ മതിലുകൾ തീർത്തു വീടിന്റെ പേര് സൗഹൃദം. ഇന്നത്തെ നമ്മുടെ ജീവിതം തന്നിലേക്ക് തന്നെ ഒതുങ്ങി 4 മതിൽക്കെട്ടുകൾക്കുള്ളിലേക്ക് ഉൾവലിയുന്നു. മഹാരാഷ്ട്രയിലേക്ക് ജീവിതം പറിച്ചു നട്ടപ്പോൾ മറാഠികളിൽ ഒരാളായി എങ്ങനെ അവരുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാമെന്ന് പഠിച്ച് അവരിൽ ഒരാളായി മറ്റു സംഘടനകളിൽ നിന്നും വേറിട്ടു നിന്ന് പൻവേലിൽ ആദിവാസികൾക്കായി സമൂഹ വിവാഹം നടത്തിയ പൻവേൽ സമാജം മുഖ്യ സംഘാടകൻ ശ്രീ ഹരിഹരനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പുരാവൃത്തങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ജന്മവാസന ഓരോ ദേശ സംസ്കാരത്തിനുമുണ്ട്. മിക്ക ഭാഷകളിലെയും സാഹിത്യത്തിന്റെ അടിസ്ഥാന വേര് നാടോടി പാരമ്പര്യത്തിലാണ് ആഴ്ന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഒരു ജനതയുടെ പല നിലയിൽ ആവിഷ്കാരം നേടുന്ന സാംസ്കാരിക ഘടകങ്ങളിൽ ഒന്നാണ് അവരുടെ വായ്മൊഴി സാഹിത്യം. ജനതയുടെ മനസ്സിൽ ആഴത്തിൽ ലീനമായി കിടക്കുന്ന നാടോടി സംസ്കാരത്തെ ഉണർത്തി അതിന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി കൃതികളുടെ ആസ്വാദന പ്രക്രിയ ത്വരിപ്പിക്കുന്നതിലും നാടോടി സാഹിത്യ അവബോധത്തിന് കാര്യമായ പങ്കുണ്ട്. നമുക്ക് നഷ്ടം വന്ന നാടൻ പാട്ടുകൾക്ക് രംഗാവിഷ്കരണവും പുതിയ താളവും മാനവും നൽകി അനവധി വേദികളിലും മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെയും പ്രശംസ നേടിയ താവം ഗ്രാമവേദി കണ്ണൂർ നാട്ടറിൽ പാട്ടുകളുടെ നായകൻ M. സുധാകരനെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ശ്രീ JP കലയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഭൂപേഷ് ബാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ശ്രീ ഡേവിഡ് സാർ, ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ജെയിംസ് സാർ, സദസ്സിലെ വിശിഷ്ട വ്യക്തികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രീ ഹരിഹരൻ, ശ്രീ ഉപേന്ദ്രനായൻ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ വിൽസൺ ഡോഗ്വേലി, എല്ലാ സംഘടനയുടെ സാരഥിയാണെങ്കിലും എളിമയോടുകൂടി സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഗോപിനായർ, എൻ്റെ വളരെ പ്രിയപ്പെട്ടവരായ സദസ്സിലിരിക്കുന്ന നിരവധി പേർ, ഡോക്ടർ നമ്പൂതിരി സാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുഡ്വിൽ, മറ്റ് പലരും JP അടക്കമുള്ള പലരും, എല്ലാവരുടെയും കേൾക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല.
ഫോമയുടെയും ഫെയ്മയുടെയും സാരഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഉമ്മൻ്റെ സാറിനോടൊരു കാര്യം പറയാം. ഫെയ്മയും ഫോമയും എന്ത് ചെയ്യുന്നു കൂട്ടത്തിൽ നിങ്ങൾക്കും അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഫെയ്മ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന മലയാളി സംഘടനകളുടെ സംഘടനയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശാഖകളുള്ള, ബ്രാഞ്ചുകളുള്ള, മഹാരാഷ്ട്രയിലടക്കം ബ്രാഞ്ചുകളുള്ള, പല സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായ അടിത്തറയുള്ള സംഘടനകളുടെ സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻസ്. ഇന്ത്യയിലുള്ള എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന, മുംബൈയിലുള്ളവർക്ക് ഡൽഹിയിലെയും കൽക്കത്തയിലെയും ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഒരു കണക്ടിവിറ്റി, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഈ ഫെയ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി വർഷങ്ങളായി, 10-20 വർഷമായി വളരെ സജീവമായി എല്ലാ സംസ്ഥാനങ്ങളിലും സാന്നിധ്യം അറിയിച്ച ഒരു സംഘടനയാണിത്. അതുപോലെ തന്നെ ഫോമ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മലയാളികളായ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ എഴുത്തുകാർക്ക് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ സംഘടന ഉടലെടുത്തത്. വളരെ നന്നായി, വളരെ ശ്രീ ഗോവിന്ദ് നായരാണ് അതിൻ്റെ അധ്യക്ഷൻ, ശ്രീ വിൽസൺ ടോബിലിയാണ് അതിൻ്റെ സെക്രട്ടറി. വളരെ വിജയകരമായി ജനങ്ങളുടെ ഇടയിൽ സാന്നിധ്യം അറിയിച്ച, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 3-4 കൊല്ലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സാന്നിധ്യം അറിയിച്ച ഒരു സംഘടനയാണിത്. ആ 2 സംഘടനകളുടെയും കൂട്ടായ്മയോടുകൂടി ഇവിടുത്തെ വരുന്ന തലമുറയുടെ വാസനകളെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അരങ്ങൊരുക്കുക എന്ന ഒരു എളിയ ശ്രമമാണ് നമ്മളിവിടെ നടത്തിയത്. നേരത്തെ ഉമ്മൻ്റെ സാർ ചോദിച്ച പോലെ എന്തിന് ഒരു ഭാഷ പഠിക്കുന്നു? ഒരു ഭാഷ പഠിക്കുന്നത് ഒരു ഭാഷയല്ല നമ്മൾ പഠിക്കുന്നത്, ഒരു സംസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത്. ആ സംസ്കാരത്തിനെ ഉൾക്കൊള്ളാനുള്ള, ഞങ്ങളുടെ പുതിയ തലമുറയിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായാണ് ഞങ്ങൾ ഈ കുട്ടികളുടെ ഒരു മത്സരം നടത്തി. അതൊരു പക്ഷേ മഹാരാഷ്ട്ര കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ തുടക്കം ആണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്ത വർഷം മുതൽ മഹാരാഷ്ട്രയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട്, മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ അവാർഡുകൾ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. മിക്കവാറും അതൊരു പക്ഷേ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മഹാരാഷ്ട്രയിലെ മലയാളികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനോടൊപ്പം കൂടുതൽ നമ്മളുടെ സംസ്കാരത്തിലേക്ക് നമ്മളുടെ പുതുതലമുറയെ കൊണ്ടുവരാൻ വേണ്ടി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലകളിലൊന്നായ, അതാണ് ഈ നാട്ടരങ്ങിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകൾ നെഞ്ചേറ്റി നടക്കുന്ന ഒരു കലാരൂപമാണിത്. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത് പലവട്ടം ആസ്വദിച്ചു കാണും. അതാണ് നിങ്ങളിവിടെ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. നീണ്ട ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ അവാർഡ് ലഭിച്ച, സമ്മാനം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഉപേന്ദ്രൻ സർ, ഇന്നത്തെ അധ്യക്ഷൻ ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ, പ്രൊഫസർ
Padmashri, Colonel, Fatma, Dr. James Thomas, Faimaയുടെയും ഫോമയുടെയും അധികാരപരത്തിലിരിക്കുന്ന രൂപേഷ് ബാബു, ശ്രീ ഗോപി നായർ, വിൽസൺ, മറ്റ് വേദിയിലിരിക്കുന്ന SSCP, ഹരിഹരൻ, and most important guest here. ഇന്നത്തെ സമ്മാനങ്ങൾ വിളിച്ചുവെത്തിയ കൊച്ചു സുഹൃത്തുക്കളെ, ഗുരുവിൻ്റെ സുനിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി വളരെ പ്രത്യേകതകൾ അറിയിക്കുന്ന വളരെ ക്വാളിറ്റി കൺഡക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ അധികായരായിട്ടുള്ള ശ്രീ ജെയിംസ് തോമസ്, സാഹിത്യ നവസിലെ ഉജ്ജ്വലതാരങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അതീവ ഉത്തര ശൃംഖലത്തിലെത്തിയ ശ്രീ രൂപേഷ് ബാബു, ഗോപി നായർ, സമുദായ സ്നേഹത്തിൻ്റെ മലയാളിയുടെ പേര് ഉയർത്തിപ്പിടിച്ച മിസ്റ്റർ ഹരിഹരൻ, ഒരു റിമാർക്കബിൾ കോമ്പിനേഷൻ. ഇന്ന് ചെയ്യുന്നത് വളർന്നു വരുന്ന ഭാവി മലയാളി തലമുറയിൽ ഉജ്ജ്വല താരങ്ങളെ കണ്ടെത്തി അവരെ റെക്കഗ്നൈസ് ചെയ്യും. മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പദവി അതിനെ നൂതനമാക്കിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സാധാരണ മലയാളി പരിപാടികളിൽ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരം എന്ന് തന്നെ പറയാം. അതുല്യമാണ് ഇന്നത്തെ പ്രോഗ്രാം. കൺഗ്രാജുലേഷൻസ് ഗോപി നായർ. മലയാളികളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ആ സുപ്രീമസി ഇന്നത്തെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധികാരിമാരായിട്ടുള്ള പ്രകടനമതികൾക്കൊപ്പം എനിക്ക് ഓർമ്മ വരികയാണ്, ഏറ്റവും ചെറിയ സിമ്പിൾ വേർഡ്സിൽ ശ്രീ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത്, ഞാൻ എന്നെ കണ്ടാൽ ലോകം കണ്ടു. ഇത്ര സിമ്പിളായിട്ടാണ്, എത്ര വലിയൊരു തത്വമാണ് ആ കുഞ്ഞുണ്ണിമാഷ് രണ്ട് വരികളിൽ ഒരു മലയാള ഭാഷയുടെ ഭംഗിയും അതിൻ്റെ അർത്ഥസത്തയും സ്ഫുരിപ്പിക്കാൻ എത്ര അർത്ഥമായ വരികൾ. ഇന്ന് ഈ സമ്മാനങ്ങൾക്ക് അർഹരായ കുട്ടികൾക്കും ഈ സമുദായ വിവാഹം നടത്തി മലയാളികളുടെ പേര് ഉയർത്തിപ്പിടിച്ച കാര്യമായിരുന്നു ഇന്ന് മറ്റെല്ലാവർക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് അടുത്തതായി ഗുഡ്ഗിൽ ജ്വല്ലറിയുടെ ഓണറായ ശ്രീ സുനിൽ കുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു ബൊക്കെ നൽകാതിരിക്കുന്നതിനായി അഡ്വക്കേറ്റ് രാജകുമാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.
വളരെ സന്തോഷം.